ആത്മാബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ഏത് മനുഷ്യനും സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്നവരാണ്. ഈ സന്തോഷവും സമാധാനവും എങ്ങനെയാണ് ലഭിക്കുന്നത്? ലോകത്തിലെ വസ്തുക്കൾ സംഭരിച്ചാൽ അതെത്ര കണ്ട് വാരിക്കൂട്ടുന്നുവോ അത്ര കണ്ട് സുഖവും സന്തോഷവും കിട്ടും എന്നാണ് പലരും കരുതുന്നത്. ഒരിക്കലും ലോകം മുഴുവനും കൈക്കലാക്കിയാലും നമുക്ക് സന്തുഷ്ടി ഉണ്ടാവുകയില്ല എന്ന് അത് കൈക്കലാക്കിയ ആ വ്യക്തികളുടെ ജീവചരിത്രം നമുക്ക് വ്യക്തമാക്കി തരുന്നു. അവസാനം അവർ ചെയ്ത ക്രൂരകൃത്യങ്ങളും അവർ ചെയ്ത പ്രവൃത്തികളുമെല്ലാം വൃഥാവിലായിപ്പോയെന്ന് അവർ നമ്മെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് സാന്ത്വനം അല്ലെങ്കിൽ സമാധാനം ലഭിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? സാന്ത്വനം തരുന്നു ഞാനിതാ, ശാന്തി നിനക്കു മോന്തിടാം, ഭ്രാന്തമായലഞ്ഞു പോകല, ശാന്തമായി ഭജിക്കുകീശനെ. ഈശ്വരനിൽ നിന്ന് മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ശാന്തി ലഭിക്കുകയുള്ളൂ. ഈ പരമസത്യം അറിയാതെ നാം ലോകം മുഴുവൻ ഓടിയാലും നമുക്ക് ശാന്തി കുടിക്കാൻ സാധിക്കുകയില്ല. സാന്ത്വനം തരുന്നു ഞാനിതാ, സമാധാനം ഇതാ തരുന്നു. സമാധാനത്തിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം, ആ വഴിക്ക് നീ നീങ്ങൂ എന്നാണ് മഹത്തുക്കൾ നമ്മോട് പറയുന്നത്. സാന്ത്വനം തരുന്നു ഞാനിതാ, സാന്ത്വനം തരുന്നു ഞാൻ. എങ്ങനെയായാൽ നമുക്ക് സാന്ത്വനം കിട്ടും? സാന്ത്വനം തരുന്നു ഞാനിതാ, ശാന്തി നിനക്കു മോന്തിടാം. ശാന്തിയാവുന്ന നീര് മോന്തി കുടിക്കാനുള്ള സാന്ത്വനത്തിനുള്ള വഴി പറഞ്ഞു തരാം. അപ്രകാരം ചെയ്താൽ മാത്രമേ ശാന്തി കൈവരിക്കുകയുള്ളൂ എന്നാണ്. സാന്ത്വനം തരുന്നു ഞാനിതാ, ശാന്തി നിനക്കു മോന്തിടാം, ഭ്രാന്തമായി അലഞ്ഞു പോകല. ഭ്രാന്ത് പിടിച്ച് അലഞ്ഞു പോകല്ലേ. പലതിൻ്റെയും പിന്നാലെ ഭ്രാന്ത് പിടിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുന്നു. യൗവനത്തിലാണ് ഈ ഓട്ടം ഏറ്റവും കൂടുതൽ. ആണ് പെണ്ണിൻ്റെ പിന്നാലെയും പെണ്ണാണിൻ്റെ പിന്നാലെയും ഭ്രാന്ത് പിടിച്ചു ഓടുന്ന രംഗം. മാത്രമല്ല, വിവാഹം ചെയ്ത് മക്കളായ അമ്മമാർ വേറൊരുത്തൻ്റെ കൂടെ ഓടുന്നു. അതുപോലെ ഭാര്യയും മക്കളുമുള്ളവർ മറ്റൊന്നിൻ്റെ പിന്നാലെ ഭ്രാന്ത് പിടിച്ച് ഓടുന്നു. ഇപ്രകാരം ഭ്രാന്ത് പിടിച്ച് എത്ര ഓടിയാലും നമുക്ക് സ്വസ്ഥത കൈവരിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ എങ്ങനെയാണ് സ്വസ്ഥത കിട്ടുക, എങ്ങനെയാണ് നമുക്ക് സാന്ത്വനം ഉണ്ടാവുക എന്നറിയുകയുമില്ല. അതിനാൽ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിനാൽ നാം എന്ത് ചെയ്യണം? ശാന്തമായി ഭജിക്കുകീശനെ. ശാന്തമായിരുന്നു കൊണ്ട് ഈശനെ ഭജിക്കൂ. അപ്പോൾ ശാശ്വതമായ ശാന്തി, സമാധാനം, സംതൃപ്തി, സുഖം, സന്തോഷം എന്നീ പറയുന്നവയെല്ലാം ഒന്ന് തന്നെയാണ്. അത് നമുക്ക് കൈവരിക്കുവാൻ ശാന്തമായിരുന്ന് ഈശ്വരനെ ഭജിക്കൂ, ഈശ്വരനെ ചിന്തിക്കൂ. ഈ ഞാൻ എന്ന് പറയുന്നത് ആരാണ് എന്നും, ഞാൻ എവിടെ നിന്ന് വന്നു എന്നും, എങ്ങോട്ടാണ് പോകുന്നത് എന്നും, എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന പരമസത്യം നാം മറന്നുപോയിരിക്കുന്നു. അവ കണ്ടെത്തൂ. അപ്പോൾ മാത്രമേ നമുക്ക് സാന്ത്വനം ലഭിക്കുകയുള്ളൂ. ഇത് കണ്ടെത്താതെ, ഈ പരമസത്യം മനസ്സിലാക്കാതെ നാം ലോകഭോഗങ്ങളെ എത്ര വാരിക്കൂട്ടിയാലും അനുഭവിച്ചാലും നമുക്ക് ശാന്തി മോന്തിടാൻ സാധിക്കുകയില്ല. അതിനാൽ സാന്ത്വനം തരുന്നു ഞാനിതാ, ശാന്തി നിനക്കു മോന്തിടാം, ഭ്രാന്തമായി അലഞ്ഞു പോകല, ശാന്തമായി ഭജിക്കുകീശനെ. ഇതാണ് നാം ചെയ്യേണ്ടത്. ഇത് നാം ഒരു ദിവസം ഒരിക്കലെങ്കിലും മനനം ചെയ്യേണ്ടതാണ്. ഇതൊക്കെ കേട്ട്
അങ്ങ് തള്ളിക്കളയാനുള്ളതല്ല. നിരന്തരം നമ്മൾ മനനം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കേണ്ടതാണ്. അതുമാത്രമാണ് സമാധാനത്തിനുള്ള ഏക പോംവഴി. മറ്റെന്ത് നേടിയാലും മറ്റെന്ത് തന്നെ വാരിക്കൂട്ടിയാലും അതെല്ലാം നമുക്ക് അസ്വസ്ഥതയ്ക്ക് മാത്രമേ കാരണമായി തീരുകയുള്ളൂ. സാന്ത്വനം തരുന്നു ഞാനിതാ, ശാന്തി നേർനിനക്കുമോന്തിടാം. ഭ്രാന്തമായി അലഞ്ഞു പോകല, ശാന്തമായി ഭജിക്കുകീശനെ.